സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. ഇന്നലെ നമ്മള് ഗീതാ ധ്യാനത്തിലെ ഒന്നാമത്തെ ശ്ലോകം ഭഗവത്ഗീതയെ എന്തെല്ലാം വിശേഷണങ്ങളിലൂടെയാണ് മധുസൂദന സരസ്വതി സ്വാമികൾ സ്തുതിച്ചത്, ആ വിശേഷണങ്ങളിലൂടെ ഗീതയെ ഒന്ന് നമ്മൾ നോക്കിക്കണ്ടുകൊണ്ട് ആ ഗീതയെ അമ്മയായി ആശ്രയിക്കുന്നു, എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം വ്യാസസ്തുതിയാണ്, വ്യാസ നമസ്കാരമാണ്. നമോസ്തുതേ എന്നതിനെ ആരംഭിക്കുന്നത് നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. വ്യാസ ഭഗവാനെ ഇങ്ങനെയൊന്നും സ്തുതിച്ചാൽ പോരാ, എത്ര സ്തുതിച്ചാലും മതിയാവൂല്ല. ഈശ്വര തുല്യനാണ് വ്യാസൻ. നമ്മുടെ സനാതനധർമ്മം ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഒരാൾ ആരാന്ന് ചോദിച്ചാൽ ഒരാളെ മാത്രം പറയൂ. ഈ സനാതനധർമ്മത്തെ ഇന്നും നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരേ ഒരാളെ പറയൂ. ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കട്ടെ, രണ്ടാം സ്ഥാനത്തുള്ളവരൊക്കെ അവിടെ നിൽക്കട്ടെ. ഒന്നാമനാരാന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം, വേദവ്യാസൻ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ആ വ്യാസന്റെ ജയന്തിയായ പൂർണിമ ഗുരുപൂർണിമയായി ആചരിക്കുന്നത്. നമ്മളെ കർക്കിടക മാസത്തില് ഇവിടെ ആചരിച്ചു. ആഷാഢ മാസത്തിലെ പൗർണമി ദിവസമാണ് വേദവ്യാസൻ പരാശരപുത്രനായി ആവിർഭവിച്ചത് എന്നുള്ളതായിട്ടുള്ള ഒരു ഐതിഹ്യം. സത്യവതിയുടെയും പരാശരന്റെയും പുത്രനായി സാക്ഷാൽ നാരായണൻ തന്നെയാണ് അംശം കൊണ്ട് വ്യാസനായി അവതരിച്ചത് എന്ന് ഭാഗവതം പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ അത് പറഞ്ഞിരിക്കുന്നു, മറ്റു പുരാണങ്ങളിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ കേശവം ബാദരായണം എന്ന് നമ്മൾ ദിവസവും നമസ്കരിക്കാറുണ്ട്. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. കേശവൻ തന്നെയാണ് ബാദരായണൻ, നാരായണൻ തന്നെയാണ് ബാദരായണൻ. അങ്ങനെയുള്ള ആ വേദവ്യാസ ഭഗവാനെ നമ്മൾ എത്ര നമസ്കരിച്ചാലും എത്ര സ്തുതിച്ചാലും ഒന്നുമാവില്ല. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. വ്യാസനെ നമ്മൾ സ്തുതിക്കാറുള്ള സ്തുതിയാണ്. വ്യാസായ വിഷ്ണുരൂപായ, വിഷ്ണുരൂപം തന്നെയാണ് വ്യാസന്റെ രൂപം. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന സർവാന്തര്യാമിയായ ആത്മാവിനെ സാക്ഷാത്കരിച്ച ആള് തന്നെയാണ് വ്യാസൻ. ആത്മസാക്ഷാത്കാരം കരതലാമലകം പോലെ ഉണ്ടായിരുന്ന ആള് തന്നെയാണ്. എങ്കിലും ലോകസംഗ്രഹത്തിനായിട്ട് പല ലീലകളും അദ്ദേഹം ചെയ്തു, പല നാടകങ്ങളും അദ്ദേഹം കളിച്ചു, പല കൃതികളും അദ്ദേഹം രചിച്ചു. അപ്പൊ അങ്ങനെയുള്ള ആ വ്യാസനെ നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ എന്ന് വെറും ഒരു വിശാലബുദ്ധേ എന്ന് വിളിച്ചാലൊന്നും പോരാ. സർവജ്ഞൻ തന്നെയാണ്. സർവജ്ഞനായ വ്യാസ അങ്ങേക്ക് നമസ്കാരം
ഭുല്ലാരവിന്ദായത പത്രനേത്ര. ഭുല്ലം എന്ന് പറഞ്ഞാൽ വികസിച്ചത്, വിരിഞ്ഞത്. അരവിന്ദം താമര. ആയതം എന്ന് പറഞ്ഞാൽ നല്ലോണം വലുതായിരിക്കുന്നത്. വിസ്തൃതം എന്നർത്ഥം. ആ വിസ്തൃതമായ പത്രം, അരവിന്ദത്തിന്റെ വലിയ ദളം പോലെയുള്ള വികസിച്ച കണ്ണുകളോട് കൂടിയവനെ എന്ന് പറയുമ്പോൾ ഇവിടെ വ്യാസന്റെ സൗന്ദര്യത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടൊരു സൗന്ദര്യമുണ്ട്. അത് രൂപസൗന്ദര്യമല്ല, അദ്ദേഹത്തിന്റെ മഹത്വം തന്നെയാണ്. താമര എപ്പോഴും നിസ്സംഗതയുടെ പ്രതീകവുമാണ്. അതുപോലെ നിസ്സംഗനാണ് വ്യാസന്. അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾ നിസ്സംഗ ദൃഷ്ടികളാണ്. അതുകൊണ്ടും അതിനെ താമരയോട് ഉപമിക്കാം. കാരണം വ്യാസൻ മഹാഭാരതത്തിലൂടെ പറഞ്ഞ കഥ തന്റെ തന്നെ കഥയാണ്, അല്ലെങ്കിൽ തന്റെ മക്കളുടെ കഥയാണ്. വ്യാസന്റെ പുത്രന്മാരാണ് ധൃതരാഷ്ട്രം, പാണ്ഡുവും. വ്യാസന്റെ പുത്രനാണ് വിതുരനും. ആ 3 പേരുടെയും കഥയല്ലേ മഹാഭാരതത്തില് പ്രധാനമായിട്ടുള്ള കഥ, അല്ലെങ്കിൽ അവരുടെ മക്കളുടെയും കഥ. അപ്പൊ തന്റെ വംശത്തിന്റെ, തന്റെ മക്കളുടെ കഥയാണ് വ്യാസൻ നിസ്സംഗനായി എഴുതി വെച്ചത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ദൃഷ്ടി താമരദളം പോലെ ഈ ലോകത്തിൽ ഒന്നിനോടും ഒരൊട്ടലുമില്ലാത്ത, സ്വന്തം കുടുംബത്തോട് പോലും ഒട്ടലില്ലാത്ത, തന്റെ മക്കളോട് പോലും ഒട്ടലില്ലാത്ത, യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഉള്ളതുപോലെ അവതരിപ്പിച്ച ആ ഒരു സ്വതന്ത്ര ദൃഷ്ടിയാണ് വ്യാസൻ. അതിനെ കൂടി സൂചിപ്പിക്കാനായിരിക്കാം താമരദളത്തോട് അദ്ദേഹത്തിന്റെ കണ്ണുകളെ ഉപമിച്ചത്. ഭുല്ലാരവിന്ദായത പത്രനേത്ര യേനത്വയാ ഭാരത തൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. ഏതൊരു അങ്ങയാൽ ഭാരതമാകുന്ന തൈലം നിറച്ച് ജ്ഞാനമയമായ പ്രദീപം പ്രജ്വാലിതമാക്കി. ഇവിടെ ജ്ഞാനമയമായ പ്രദീപം എന്ന് ഉദ്ദേശിച്ചത് ഭഗവത്ഗീതയെ തന്നെയാണ്. ജ്ഞാനമയമായ പ്രകർഷേണ ജ്വലിക്കുന്നതായിട്ടുള്ള, ലോകത്തിന് മുഴുവൻ വിളക്കായിരിക്കുന്ന, ദീപസ്തംഭമായിരിക്കുന്ന ഈ ഭഗവത്ഗീതയെ ജ്വലിപ്പിക്കുവാൻ അദ്ദേഹം ഉപയോഗിച്ച എണ്ണ, തൈലം, അത് ശ്രീമദ് മഹാഭാരതം എന്നതായിട്ടുള്ള പശ്ചാത്തലമാണ്. ഭാരതത്തെ, മഹാഭാരത കഥയെ, 1,00,000 ശ്ലോകങ്ങളുള്ള മഹാഭാരത കഥയെ തൈലമാക്കിക്കൊണ്ട് അതിൽ ജ്വലിപ്പിച്ച ദീപമാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോ തൈലത്തിന് വേണ്ടിയിട്ടല്ല ദീപം, ദീപത്തിന് വേണ്ടിയിട്ടാണ് തൈലം. അതുപോലെ ഈ ശ്രീമദ് ഭഗവത്ഗീതയെ ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹാഭാരതം എന്ന പശ്ചാത്തലം അദ്ദേഹം ഇത്രയും വിപുലമായി ഒരുക്കിയത്. അപ്പൊ ഈ ശ്രീമദ് ഭഗവത്ഗീതയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അതിന്റെ ആ മഹാഭാരതത്തിന്റെ പശ്ചാത്തലത്തിലൂടെ കാണുമ്പോഴാണ് അതിന്റെ പ്രകാശം കൂടുക. മഹാഭാരത പശ്ചാത്തലത്തിലാണ് ഗീതയ്ക്ക് പ്രസക്തി ഏറിയേറി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആ മഹാഭാരതം വർണ്ണിച്ചതായിട്ടുള്ള ആ കഥയോടും ആ കഥയിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ലോകത്തിന്റെ സ്വഭാവം. എന്നും ലോകം ആ മഹാഭാരത കഥയിലെ കഥാപാത്രങ്ങളെ പോലെ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ആ മഹാഭാരത കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്ക് നമ്മുടെ ഇടയില് അർജുനനും യുധിഷ്ഠിരനും ഭീമനും നകുല സഹദേവന്മാരും നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ട്. നമ്മൾ തന്നെ ഇവരിൽ പല റോളും നമ്മളിൽ ഒരാളിൽ തന്നെ കാണാം. ഒരാൾ തന്നെ പല ഭാവങ്ങളിലും കാണപ്പെടാം. അപ്പൊ നമ്മുടെ കഥയാണ് മഹാഭാരതം. എല്ലാ കാലത്തും പ്രസക്തമായ കഥ തന്നെയാണ് മഹാഭാരതം കഥ. എല്ലാ കാലത്തും സാർവകാലിക പ്രസക്തിയുള്ള, സർവലോക പ്രസക്തിയുള്ള, എല്ലാ ലോകത്തും നടക്കുന്ന കാര്യങ്ങൾ, എല്ലാ കാലത്തും നടക്കുന്ന കാര്യങ്ങൾ ആണ് ആ കഥയിലൂടെ അവതരിപ്പിച്ചത്. അപ്പോ അതിലുള്ള കഥാപാത്രങ്ങൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഓരോരുത്തർക്കും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നത്
അറിയണമെങ്കിൽ അത് ഗീതയുടെ വെളിച്ചത്തിൽ വേണം നമ്മൾ അറിയാൻ. ഗീത അറിയുമ്പോഴേ ആ മഹാഭാരത കഥാപാത്രങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, അതിനുള്ള ഓരോന്നിനും കാരണം എന്താണ് എന്നറിയാൻ പറ്റുള്ളൂ. ഈ ഭഗവത്ഗീതയെ വേണ്ട രീതിയിൽ പഠിക്കാതെ മഹാഭാരതം കഥ മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഭഗവത്ഗീതയെ വേണ്ട രീതിയിൽ അതിൻ്റെ ആഴത്തിൽ പഠിക്കണം. ആഴത്തിൽ പഠിച്ച് പിന്നെ മഹാഭാരതം വിലയിരുത്തണം നമ്മൾ. അപ്പോഴാണ് ഭീഷ്മർക്കും ദ്രോണർക്കും കർണനും മറ്റുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും പറ്റിയ അബദ്ധങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അവരെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയല്ല മഹാഭാരതം രചിച്ചത്. ഭീഷ്മരെയോ ദ്രോണരെയോ കർണനെയോ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയല്ല മഹാഭാരതം രചിച്ചത്. അവരെ പോലെ ആകരുത് എന്ന് പറയാൻ വേണ്ടിയാണ്. വ്യാസൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ അവരെ പോലെ ആകരുത്, ഒരു ഭീഷ്മനാകരുത്, ഒരു ദ്രോണനാകരുത്, ഒരു കർണനാകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാകണമെങ്കിൽ ഭഗവത്ഗീത അതുപോലെ തന്നെ മഹാഭാരതത്തിൽ മറ്റ് പല സന്ദർഭങ്ങളിലുമായി പറയപ്പെട്ടിട്ടുള്ള ആ ജ്ഞാന ഭണ്ഡാരങ്ങളെ നമ്മൾ തുറന്ന് കാണണം, അനുഭവിക്കണം. ഭീഷ്മർ തന്നെ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഉപദേശിച്ചിട്ടുള്ള ശാന്തി പർവ്വത്തിലും അനുശാസന പർവ്വത്തിലുമുള്ളതായിട്ടുള്ള ധർമ്മോപദേശങ്ങളെ നമ്മൾ കാണണം. അതുപോലെ വിതുരനീതി മുതലായിട്ടുള്ള വിതുരന്റെ ഉപദേശങ്ങൾ കാണണം. അതുപോലെ സനൽ സുജാതീയം മുതലായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കാണണം. അതുപോലെ അനേക ഗീതകൾ, ചെറിയ 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 ഗീതകൾ ധാരാളമുണ്ട് ശ്രീമദ് ഭാരതത്തില്, മഹാഭാരതത്തില് അനേക ഗീതകളുണ്ട്. ആ ഓരോ ഗീതകൾക്കും നമുക്ക് തരാനുള്ളതായിട്ടുള്ള അറിവിന്റെ നിധികളുണ്ട്, സന്ദേശങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ശ്രീ മഹാഭാരതത്തിലെ ഓരോ സന്ദർഭത്തിലും ഉള്ള ഓരോ സംവാദങ്ങളും ഓരോ ഉപദേശങ്ങളും. മഹാഭാരതത്തിലെ കഥയേക്കാൾ പ്രസക്തമായിട്ട് നമ്മൾ കാണേണ്ടത് അതിൽ പല മഹാത്മാക്കളും മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള ഉപദേശ രൂപത്തിലുള്ള സംവാദങ്ങളാണ്. അനേക മഹാത്മാക്കളുടെ ഉപദേശങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ട് മഹാഭാരതം. അല്ലാതെ വെറും ഒരു കഥ മാത്രമല്ല, കഥയേക്കാൾ പ്രാധാന്യം അതിലെ ഉപദേശങ്ങൾക്കാണ്. ആ ഓരോ ഉപദേശങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ആർക്ക് എവിടെ തെറ്റുപറ്റി എന്നുള്ളത്. ഭീഷ്മർക്ക് എവിടെ തെറ്റുപറ്റി, ദ്രോണർക്ക് എവിടെ തെറ്റുപറ്റി, കർണൻ എന്താ തെറ്റുപറ്റിയത്, ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾക്ക് ആ ഉപദേശങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഉപദേശങ്ങൾ പഠിച്ച ശേഷം കഥ വായിക്കുക. ഉപദേശങ്ങളുടെ തത്വം ഉൾക്കൊണ്ട ശേഷം ധർമ്മത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ഇവരുടെ കഥ നമ്മൾ പിന്നെ വായിക്കുമ്പോൾ നമുക്ക് വായന മാറും, വായനയുടെ രീതി മാറും എന്ന് പറയാം. വെറുമൊരു നോവലോ കഥയോ വായിക്കുന്ന പോലെയല്ല, ധർമ്മശാസ്ത്രങ്ങളുടെ വെളിച്ചത്തിൽ, നമ്മുടെ വേദാന്ത തത്വങ്ങളുടെ വെളിച്ചത്തിൽ വേണം ഭാരതം നമ്മൾ വായിച്ച് വിലയിരുത്താനായിക്കൊണ്ട്. അപ്പോ ഈ മഹാഭാരതം എന്നതൊരു തൈലം ആണെങ്കിൽ ആ തൈലം കൊണ്ട് ജ്വലിപ്പിച്ചത് ജ്ഞാനമാണ്. മഹാഭാരതം എന്ന തൈലം ഈ നമ്മുടെ ഉള്ളിലെ ഓരോരുത്തരുടെ ഉള്ളിലും ജ്ഞാനപ്രദീപം ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും എണ്ണ ചെലവാക്കിയത് എന്ന് പറയാം. എത്ര എണ്ണയാണ് വ്യാസൻ ചെലവാക്കിയത്? ആ എണ്ണ മുഴുവൻ നമ്മുടെ ഉള്ളിലെ ഇരുട്ടകറ്റി നമ്മൾക്ക് ഉള്ളിൽ പ്രകാശം നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വിപുലമായ മഹാഭാരതം അത് രചിച്ച ആ വ്യാസനെ ഇവിടെ ചുരുങ്ങിയൊരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ വിശാല ബുദ്ധേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചാൽ പോരാ, ഒരുപാട് മനസ്സിലാക്കാണ്ട് നമ്മുടെ വ്യാസനെ. തൽക്കാലം നമുക്കിവിടെ നിർത്താം. അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. നമുക്ക് പിന്നെയും നമുക്ക് ഭഗവത്ഗീതയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് വ്യാസനെ നമുക്ക് മനസ്സിലാക്കാം. ഓരോ സന്ദർഭത്തിലും നമുക്ക് വ്യാസനെ മനസ്സിലാക്കാം.
അതുപോലെ ഇനി നമ്മൾ മഹാഭാരത കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുണ്ട്. കുറച്ചെങ്കിലും ഓരോ കഥാപാത്രത്തെയും നമുക്ക് വിലയിരുത്താനുണ്ട്. അത് ചെയ്യാം. ആദ്യം ധ്യാന ശ്ലോകങ്ങളൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആ കഥയിലേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ കഥാപാത്രങ്ങളിലേക്ക് പ്രവേശിക്കാം. അവരെ ഒന്ന് വിലയിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ധ്യാന ശ്ലോകം. അടുത്ത ശ്ലോകം ഭഗവാൻ ഗീതാചാര്യനായ ജഗദ്ഗുരുവിനെ, ശ്രീകൃഷ്ണ ഭഗവാനെ, പാർത്ഥസാരഥിയെ വണങ്ങുന്നതായിട്ടുള്ള സ്തുതിയാണ്. മൂന്നാമത്തെ ശ്ലോകം. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ഇവിടെ ഭഗവാനെ കൃഷ്ണായ നമഃ എന്ന് തന്നെയാണ് ഈ ശ്ലോകത്തിലെ മുഖ്യ ആശയം. കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ആ കൃഷ്ണനെ ഏതൊക്കെ വിശേഷണങ്ങൾ കൊണ്ടിവിടെ വർണ്ണിച്ചു. അനുഷ്ഠുവൃത്തത്തിലുള്ള ഒരു ശ്ലോകത്തിന് പരിമിതിയുണ്ട്. 32 അക്ഷരങ്ങളെ അതില് ചേർക്കാൻ പറ്റുള്ളൂ. ആ 32 അക്ഷരങ്ങളെ കൊണ്ട് ഭഗവാനെ വർണ്ണിക്കുക എന്നുള്ളത് അസാധ്യമാണ്. എങ്കിലും ഒരു ഔപചാരികമായി ഗീത ആരംഭിക്കുന്നതിന് മുമ്പ് ഗീതാചാര്യനായ ഭഗവാനെ വണങ്ങാൻ ഒരു ശ്ലോകം, ചെറിയൊരു ശ്ലോകം, അത്രയേ ഉള്ളൂ. ഭഗവാനെ വിശേഷിപ്പിച്ചത് പ്രപന്ന പാരിജാതായ കൃഷ്ണായ നമഃ, സ്തോത്രവേത്രൈകപാണയേ കൃഷ്ണായ നമഃ, ജ്ഞാനമുദ്രായ കൃഷ്ണായ നമഃ, ഗീതാമൃതദുഹേ കൃഷ്ണായ നമഃ. അപ്പൊ കൃഷ്ണന് 4 വിശേഷണങ്ങളാണ് ഇതിൽ വർണ്ണിച്ചത്. പ്രപന്ന പാരിജാതായ ഒന്നാമത്തെ വിശേഷണം. പ്രപന്ന പാരിജാതം എന്നാൽ പാരിജാത വൃക്ഷം നമുക്കെല്ലാം അറിയാം. കൽപ്പവൃക്ഷം, സ്വർഗത്തിലുള്ള വിശിഷ്ടമായിട്ടൊരു വൃക്ഷമാണ് കൽപ്പവൃക്ഷം, പാരിജാത വൃക്ഷം എന്നൊക്കെ അറിയപ്പെടുന്നത്. അതിന്റെ അടുത്ത് ചെന്ന് നമ്മൾ സങ്കല്പിക്കുന്നതെല്ലാം നൽകുന്ന വൃക്ഷമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന വൃക്ഷം, കൽപ്പിക്കുന്നത് നൽകുന്ന വൃക്ഷം കൽപ്പവൃക്ഷം. ഇവിടെ ഭഗവാനെ ഒരു കൽപ്പവൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നു. ആർക്ക്? ഭഗവാൻ പാരിജാതം പ്രപന്നന്മാർക്ക്. പ്രപന്നാനാം പാരിജാതഃ, പ്രപന്ന പാരിജാതഃ തസ്മൈ, അവനായിക്കൊണ്ട് പ്രപന്ന പാരിജാതായ നമഃ. ഭഗവാൻ പ്രപന്നന്മാർക്ക്, പ്രപന്നന്മാരെന്നാൽ തന്നെ ശരണം പ്രാപിച്ചവർ. പ്രപത്തി എന്ന് പറഞ്ഞാൽ ശരണാഗതി. ആ പ്രപത്തിയെ ചെയ്തവർ പ്രപന്നന്മാർ. പ്രകർഷേണ തന്റെ മുമ്പിൽ വന്ന് പതിച്ചവർ, തന്നെ വന്ന് ശരണം പ്രാപിച്ചവർ എന്നർത്ഥമാണ് പ്രപന്നന്മാര്. അവർക്ക് ഭഗവാൻ പാരിജാത സമാനനാണ്. മേൽപ്പത്തൂർ വളരെ ഭംഗിയായിട്ട് നാരായണീയത്തിൽ അവതരിപ്പിച്ചതാണ്. നമ്രാണാം സന്നിധത്സേ സതതമപി തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം ത്വം ശക്രവാടി ദ്രുമം അഭിലഷതി വ്യർത്ഥമതിവ്രജോയം എന്ന ശ്ലോകത്തിലൂടെ ഭഗവാനെ, ഗുരുവായൂരപ്പനെ ഒരു പാരിജാത വൃക്ഷമാക്കി വർണ്ണിച്ചു. ചോദിച്ചതും ചോദിക്കാത്തതും നൽകുന്ന, തന്നെ തന്നെ നൽകുന്ന, മോക്ഷം തന്നെ നൽകുന്നതായിട്ടുള്ള പാരിജാതമാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പ്രപന്ന പാരിജാതായ, തന്നെ ശരണം പ്രാപിച്ചവർക്ക് ധർമാർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങളും നൽകുന്ന പാരിജാതം തന്നെയാണ് ഭഗവാൻ. ഇവിടെ ഭഗവാനെ വിശേഷമായിട്ട് പാർത്ഥസാരഥിയായിട്ടാണ് സ്തുതിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞു? സ്തോത്രവേത്ര ഏകപാണയേ. സ്തോത്രവും വേത്രവും അത് ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നവൻ. അപ്പൊ സ്തോത്രം, വേത്രം. വേത്രം എന്ന് പറഞ്ഞാൽ ചമ്മട്ടി, സ്തോത്രം എന്ന് പറഞ്ഞാൽ കടിഞ്ഞാൺ. അപ്പൊ കുതിരയുടെ കടിഞ്ഞാണും കുതിരയെ നടത്താനുള്ളതായിട്ടുള്ള ചമ്മട്ടിയും
ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഇടത്ത് കയ്യില് രണ്ടും കൂടി ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. കയ്യിൽ 4 കുതിരകളുടെയും കടിഞ്ഞാണുണ്ട്, അതോടൊപ്പം തന്നെ ചമ്മട്ടിയും അതേ കയ്യിൽ പിടിച്ചിരിക്കുന്നു. കാരണം 2 കയ്യ് ആണ് അവിടെ ഭഗവാൻ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഒരു കയ്യ് ജ്ഞാനമുദ്രയാണ്. അപ്പൊ ഗുരുവായിട്ട് അർജുനന് ഉപദേശം ചെയ്യുന്നതായിട്ടുള്ള ഭാവത്തിൽ ജ്ഞാനമുദ്രയോടുകൂടി ഒരു കയ്യിൽ കടിഞ്ഞാണും ചമ്മട്ടിയും പിടിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഭാവത്തിലാണ് തോത്രവേത്ര ഏകപാണയെ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃത ദുഹേ നമഃ. ഗീതാമൃതത്തെ ദോഹനം ചെയ്തവനായിക്കൊണ്ട് നമസ്കാരം. ഗീതാമൃതത്തെ കറന്നു കൊടുത്തവന് നമസ്കാരം എന്നാണ്. അപ്പൊ വലിയൊരു കറവക്കാരനാണ് ഭഗവാൻ, ഒരു കറവക്കാരൻ കൂടിയാണ്. നേരത്തെ തന്നെ ബാല്യത്തിൽ തന്നെ കറവയൊക്കെ നല്ലോണം അഭ്യസിച്ചിട്ടുള്ള ഗോപാലനാണ് അല്ലേ. അപ്പൊ ഗോപാലന് കറക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഇവിടെ കറന്നത് ഏത് പശുക്കളെയാണ്? ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെയാണ് ഭഗവാൻ കറന്നതെന്ന് ഇനി ഒരു ശ്ലോകത്തിൽ പറയും. സർവ ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെ അർജുനനാകുന്ന വത്സനെ മുൻനിർത്തിക്കൊണ്ട് കറന്നെടുത്തതായിട്ടുള്ള ഗോപാലനന്ദനാണ് ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ ഇവിടെ അതിന് ഈ ഗീതാമൃത ദുഹേ എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാൻ പോലെയാണ് അടുത്ത ശ്ലോകം. അപ്പൊ ഗീതാമൃതത്തെ കറന്നു കൊടുത്തവൻ എന്നാണ് ഗീതാമൃത ദുഹ്. അതിന്റെ ചതുർത്ഥിയാണ് ഗീതാമൃത ദുഹേ നമഃ. ഗീതാമൃത ദുഃഖ് എന്ന് വേണമെന്ന് പറയാം. ഗീതാമൃതത്തെ ദോഹനം ചെയ്തവൻ, ഗീതാമൃതത്തെ കറന്നെടുത്തവൻ, ജ്ഞാനമുദ്രയോടുകൂടി. തത്വമസി മഹാവാക്യത്തിന്റെ മുദ്രയാണ് ജ്ഞാനമുദ്ര. ഞാൻ രാവിലെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ വളരെ വിശദമായി അതിനെക്കുറിച്ചൊക്കെ ചർച്ച പറഞ്ഞതാണ്. എങ്കിലും അതിലില്ലാത്തവരും ഇവിടെ ഉണ്ടാവും, അതുകൊണ്ട് വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. ജ്ഞാനമുദ്ര എന്നാല് നമ്മുടെ സനാതന ധർമ്മ പദ്ധതിയിലെ ഒരു വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ളൊരു മുദ്രയാണ്. ദക്ഷിണാമൂർത്തി ഇരിക്കുന്നത് ജ്ഞാനമുദ്രയോടുകൂടിയിട്ടാണ്. ആദിശങ്കര ഭഗവത്പാദർ ഇരിക്കുന്നത് ജ്ഞാനമുദ്രയോടുകൂടിയിട്ടാണ്. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം അയ്യപ്പസ്വാമി ശബരിമലയിൽ ഇരിക്കുന്നത് ചിന്മുദ്രയോടുകൂടി, ജ്ഞാനമുദ്രയോടുകൂടിയിട്ടാണ്. ആ മുദ്ര തന്നെയാണ് അത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുദ്രയുമാണ്, പാർത്ഥസാരഥിയുടെ മുദ്രയാണ്. അപ്പൊ തത്വമസി എന്ന മഹാവാക്യത്തിന്റെ പൊരുളാണ് ഈ മുദ്ര. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ പെരുവിരല് പരമാത്മതത്വത്തെ, ഈശ്വര തത്വത്തെ, പരബ്രഹ്മതത്വത്തെ സൂചിപ്പിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ആധാരമായ തത്വം, അതാണ് ഈ പെരുവിരല് സൂചിപ്പിക്കുന്നത്. ഈ കയ്യിന്റെ ബലം, ഈ കയ്യിന് ആധാരമായിരിക്കുന്ന ഈ കയ്യിന്റെ ശക്തി തന്നെ ഇരിക്കുന്നത് ഈ പെരുവിരലിലാണ്. ഈ പെരുവിരലില്ലെങ്കിൽ ഈ കൈ കൊണ്ട് വലിയ പ്രയോജനമില്ല, അതിന് ശക്തി കുറയും, ശക്തി പകുതിയിലും അധികം കുറയും. അപ്പൊ ഈ കയ്യിന് ശക്തി കൊടുക്കുന്നത് ഈ പെരുവിരലാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാരമാണ് ഈ വിരല് പ്രതിനിധാനം ചെയ്യുന്ന ബ്രഹ്മതത്വം, ഈശ്വരതത്വം, പരമാത്മതത്വം. തത് തത്വമസി മഹാവാക്യത്തിലെ തത്പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ പരമാത്മാവിനെയാണ്. ആ പരമാത്മാവിനെ ഈ പെരുവിരൽ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഈ ചൂണ്ടുവിരല് ത്വം 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 എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പദമാണ്. നീയ നീയ നീ എന്ന് പറയുന്ന പദം, ഒരു വിരലാണത്. അപ്പൊ ആ ത്വം പദത്തെ സൂചിപ്പിക്കാൻ ഈ തർജനി എന്ന് പറയുന്ന ചൂണ്ടുവിരല്, ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു വൃത്താകൃതിയിലാക്കുന്നു. ഈ ചൂണ്ടുവിരൽ നേരത്തെ ഇതിനോട് ചേർന്നാണ് നിന്നിരുന്നത്, ഈ മൂന്നിനോട് ചേർന്നാണ് നിന്നിരുന്നത്. ഈ മൂന്ന് ഈ ലോകങ്ങളുടെ പ്രതീകമാണ്. ഭൂർഭുവസ്വഹ അല്ലെങ്കിൽ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങൾ, അല്ലെങ്കിൽ 3 ഗുണങ്ങൾ, സത്വം രജസ് തമസ്, അല്ലെങ്കിൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ, നമ്മുടെ തന്നെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ, ഇതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ 3 വിരല്. ഈ ജഗത്തിന്റെ പ്രതീകമാണ് 3 വിരല്. ഈ ജഗത്തിനോട് ചേർന്നിരിക്കുമ്പോ ആ ജീവൻ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. അതേ ജീവൻ ആ ത്വം പദം സൂചിപ്പിക്കുന്ന ഈ ചൂണ്ടുവിരല് ആരോട് ചേരുമ്പോഴാണ് പൂർണ്ണതയെ പ്രാപിക്കുന്നത്? ഈ
തത്പദത്തിന്റെ സൂചകമായിരിക്കുന്ന ഈ പെരുവിരലുമായി ചേർത്ത് വെക്കുന്നതോടുകൂടി പൂർണ്ണതയെ പ്രാപിക്കുന്നു. ഇത് പൂർണ്ണതയുടെ അടയാളമാണ്. വൃത്താകൃതി എന്ന് പറഞ്ഞാൽ എവിടുന്നാ തുടങ്ങണ, എവിടെയാ അവസാനിക്കുന്ന, ഒരു വൃത്തത്തിന്റെ തുടക്കം എവിടെയാണ്, ഒടുക്കം എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. എവിടുന്ന് വേണമെങ്കിൽ വൃത്തം ആരംഭിക്കാം, എവിടെ വേണമെങ്കിൽ അവസാനിപ്പിക്കാം, അല്ലെ? അതാണ് വൃത്തത്തിന്റെ ഒരു സ്വഭാവം. അപ്പൊ പൂർണ്ണതയുടെ ഒരു പ്രതീകമാണ് വൃത്തം. അതുപോലെ ഒരു വൃത്താകൃതി ഈ തത്വം പദങ്ങളെ കൊണ്ട്, ഈ പെരുവിരലുകൾ കൊണ്ട്, ഈ രണ്ട് വിരലുകളെ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഈ ജഗത്തിൽ നിന്ന് വിട്ട് ഈ ഈശ്വരനോട് ചേരേണ്ടതാണ് നീയ്. ഇതാണ് യോഗം, ഇതാണ് ജ്ഞാനം, ഇതാണ് തത്വമസി മഹാവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന മുദ്രയാണ് ചിന്മുദ്ര, ജ്ഞാനമുദ്ര എന്നൊക്കെ പറയുന്ന ഈ യോഗമുദ്ര. ആനന്ദത്തെ നൽകുന്നതാണ് മുദ്ര. മുദം രാതീതി മുദ്ര, ഏറ്റവും വലിയ ആനന്ദം നൽകുന്ന ഏറ്റവും ഭദ്രമായ മുദ്ര. രാവിലെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ കണ്ടു, ഭദ്രയാ മുദ്രയാ, അല്ലെ? സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ. ആരാണോ ഭദ്രമായ മുദ്ര കൊണ്ട് ആത്മാവിനെ, സ്വരൂപത്തെ കാണിച്ചു തരുന്നത്, ആ ദക്ഷിണാമൂർത്തിക്കായി കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അർജുനനെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തിന് മുഴുവൻ നമ്മുടെ ഓരോരുത്തരുടെയും സ്വരൂപത്തെ നമുക്ക് കാണിച്ചു തരുന്ന ആ യോഗേശ്വരനായ ജഗദ്ഗുരുവായ പാർത്ഥസാരഥിയെ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃത ദുഹേ നമഃ എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണ്. ഗീതാമൃതത്തെ കറന്നു തന്ന കറവക്കാരനായിക്കൊണ്ട്, ഗോപാലനന്ദനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിന്റെ ആശയം. അടുത്ത ശ്ലോകം കൂടി വായിക്കും, അതിന്റെ ആശയം പൂർണ്ണമാവുകയാണ്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. സർവ ഉപനിഷദഃ ഗാവഃ, ഉപനിഷത്തുക്കളെല്ലാം തന്നെ ഇവിടെ പശുക്കളാകുന്നു. അപ്പൊ ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെ മുഴുവൻ പാലിക്കുന്ന ഗോപാലനന്ദനൻ, ദോഗ്ധ. ദോഗ്ധ എന്ന് പറഞ്ഞാൽ ദോഹനം ചെയ്യുന്നവൻ. ദോഹനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കറന്നെടുക്കുക. അപ്പൊ കറവക്കാരനാണ് ഗോപാലനന്ദനായ കൃഷ്ണൻ. നല്ല പ്രാക്ടീസ് ഉള്ള ആളാണ്. പശുക്കളെ ധാരാളം വളർത്തി, ലക്ഷക്കണക്കിന് പശുക്കളെ വളർത്തി കറവയും അല്ലെ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ ഗോപാലനന്ദനൻ ഇവിടെ കറന്നെടുത്തു ഏത് പശുക്കളെ? ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെ. ഉപനിഷത്തുക്കൾ കാമധേനുക്കളാണ്. ഉപനിഷത്തുക്കൾ ലോകത്തിന് വേണ്ടതായിട്ടുള്ള അമൃത സമാനമായ ജ്ഞാനം നൽകുന്ന കാമധേനുക്കളാണ്. അതുകൊണ്ട് ഉപനിഷത്തുക്കളെ പശുക്കളോട് ഉപമിച്ചതിന് യാതൊരു അസാംഗത്യവുമില്ല. എങ്ങനെയാണോ നമ്മള് പശുക്കളെ അമ്മയായി കാണുന്നത്, അല്ലേ? നമ്മൾക്ക് നമ്മുടെ അമ്മ നമുക്ക് ബാല്യത്തിൽ സ്തന്യം തന്ന് നമ്മളെ പോഷിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വളർന്നപ്പോ അമ്മയുടെ സ്തന്യം കിട്ടാതായപ്പോ അടുത്തത് നമ്മൾ പോഷകത്തിനായിട്ട് ആശ്രയിച്ചത് പശുക്കളെയാണ്. ആ പശുക്കളെ നമ്മൾ ഗോമാതാവ് എന്ന് വിളിക്കുന്ന സംസ്കാരമാണ് നമ്മുടെ. അമൃത സമാനമായ പാല് തന്ന് നമ്മളെ പോഷിപ്പിക്കുന്ന, എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്ന ആ പാല് കൊണ്ട് നമ്മളെ പോഷിപ്പിച്ച് നമ്മളെ ആരോഗ്യപൂർണരാക്കുന്ന ആ ഗോമാതാക്കളെ നമ്മൾ വണങ്ങുന്നു. അതാണ് നമ്മുടെ സംസ്കാരം. ഗോമാതാവിനെ കാമധേനുവായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. ഭാരത സംസ്കാരം ഇങ്ങനെ പശുക്കളെ ആരാധിക്കുന്ന സംസ്കാരമാണ്. കൃഷിയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഭാരത ജീവിതം. അപ്പൊ ആ കൃഷിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നവരാണ് കാളയും പശുക്കളും. പശുക്കളില്ലെങ്കിൽ കാളയില്ല.
അപ്പൊ ഈ കാളയെയും പശുക്കളെയും ധാരാളം വളർത്തുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. ആ പശുക്കളെ ഗോമാതാക്കളായി കാണുന്ന സംസ്കാരം. അപ്പൊ അതുപോലെ ഇവിടെ ഉപനിഷത്തുക്കളെയും കാമധേനുവായി നമുക്ക് അമൃതം ചുരന്നു തരുന്നു, നമുക്ക് ജ്ഞാനാമൃതം ചുരന്നു തരുന്ന പശുക്കളായിട്ടാണ് അവിടെ ഉപനിഷത്തുക്കളെ കാണുന്നത്. സർവ ഉപനിഷതോ ഗാവോ, എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളാകുന്നു. കറവക്കാരനാകട്ടെ ഗോപാലനന്ദനനും. ആരാണ് ഇവിടുത്തെ പശുക്കുട്ടി? പാർത്ഥോ വത്സഹ. വത്സൻ എന്നാൽ പശുക്കുട്ടി. ഇപ്പൊ അർജുനനാണ് ഇവിടുത്തെ പശുക്കുട്ടി. അർജുനനെ നമ്മള് പശുവിനെ കറക്കുമ്പോ പശുക്കുട്ടിയെ കൊണ്ടുപോയിട്ട് കാണിക്കുകയുള്ളൂ. പശുവിനെ മുട്ടിച്ച് അകിടിൽ മുട്ടി 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 പശു ചുരക്കാൻ തുടങ്ങുമ്പോ, 4 അകിടുകളും നന്നായി ചുരക്കാൻ തുടങ്ങുമ്പോ നമ്മൾ എന്ത് ചെയ്യും? പശുക്കുട്ടിയെ മാറ്റിക്കെട്ടും. പിന്നെ നമ്മൾ കറന്നെടുക്കും. അത് കഴിഞ്ഞ് ചുരക്കുന്നത് നിർത്തുമ്പോ പിന്നെയും കൊണ്ടുപോയിട്ട് മുട്ടിക്കും പശുക്കുട്ടിയെ. ആ പശുക്കുട്ടി മുട്ടാൻ തുടങ്ങിയാൽ പശു ചുരന്ന് തരും. വീണ്ടും പശുക്കുട്ടിയെ മാറ്റിക്കെട്ടും. പിന്നെയും നമ്മൾ ഉള്ളതും കൂടി കറന്നെടുക്കും. എന്നിട്ട് എല്ലാം കറന്നെടുത്ത് അവസാനം പശുക്കുട്ടിയെ കുടിക്കാൻ വിടും. അപ്പോഴും എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവും ആ അമ്മ. അപ്പൊ അതുപോലെ പശുക്കുട്ടി പശുവിനെ മുട്ടുന്നത് പോലെ ഇവിടെ മുട്ടാൻ ഒരാളുണ്ട്, ഒരു നിമിത്തമായിട്ട് ഒരാളുണ്ട്, അർജുനൻ എന്ന വത്സൻ. ആ അർജുനനെ മുൻനിർത്തിക്കൊണ്ട് ആരാണ് ഈ പാല് കുടിക്കുന്നത്? ഈ പാല് അനുഭവിക്കുന്നത് ആരാണ്? സുധീഹി ഭോക്ത. സുധീഹി എന്നുള്ളതിലെ വിസർഗമാണ് ഏറൊന്നായി മാറുന്നത്. സുധീർ ഭോക്ത എന്നായി മാറുന്നു. അപ്പൊ നമ്മുടെ ഇടയിൽ പലർക്കും സുധീർ എന്ന പേരുണ്ട്. അപ്പൊ സുധീർ എന്ന് പറഞ്ഞ വ്യക്തി കുടിച്ചു എന്നല്ല, സുധീഹി